പ്രിയമുള്ളവരെ, രക്തസമ്മർദ്ദം, സ്ട്രോക്ക്, കിഡ്നി രോഗങ്ങൾ തുടങ്ങിയ പലതരത്തിലുള്ള ജീവിതശൈലീ രോഗങ്ങൾ വരാതിരിക്കുന്നതിന് നാം ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ഭക്ഷണത്തിൽ ഉപ്പിൻ്റെ അളവ് പരമാവധി കുറയ്ക്കുക എന്നുള്ളത്. എന്നാൽ പലപ്പോഴും ഉപ്പിൻ്റെ പ്രശ്നത്തെക്കുറിച്ച് ആളുകളോട് പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ പലപ്പോഴും ആളുകൾ അത് വേണ്ടത്ര ഗൗരവത്തിലെടുക്കാറില്ല. നമുക്കറിയാം, നമ്മൾ പലപ്പോഴും അജിനോമോട്ടോ എന്ന ബ്രാൻഡ് നെയിമിൽ അറിയപ്പെടുന്ന മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ് അതായത് MSG കുറിച്ച് നമുക്കുള്ളൊരു വ്യാകുലതയുണ്ട്. ഭക്ഷണത്തിൽ MSG ചേർക്കുന്നതിനെ നമ്മൾ നഖശിഖാന്തം എതിർക്കാറുണ്ട്. എന്നാൽ ഈ MSGയും സാൾട്ടും തമ്മിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ MSGയേക്കാൾ എത്രയോ കൂടുതൽ സോഡിയം കണ്ടന്റ് കൂടുതലുള്ള ഒന്നാണ് സാൾട്ട്. MSGയിൽ 12% മാത്രമാണ് സോഡിയം അടങ്ങിയിരിക്കുന്നതെങ്കിൽ സാധാരണ കോമൺ സാൾട്ടിൽ 40% വരെ സോഡിയം അടങ്ങിയിട്ടുണ്ട്. അതായത് ഉയർന്ന രക്തസമ്മർദ്ദമുള്ള ആളുകളിൽ MSGയേക്കാൾ കൂടുതൽ പ്രശ്നമുണ്ടാക്കുന്നത് ഈ കോമൺ സാൾട്ടാണെന്ന് പറയും. അതായത് നമ്മൾ അജിനോമോട്ടോയെ എത്രത്തോളം ഗൗരവത്തിലാണോ കാണുന്നത് അതിനേക്കാൾ കൂടുതൽ ഗൗരവത്തിൽ എടുക്കേണ്ട ഒരു കാര്യമാണ് സാധാരണ കോമൺ സാൾട്ട് അല്ലെങ്കിൽ ഉപ്പെന്ന് പറയുന്നത്. അതായത് സാധാരണ നമ്മൾ ഭക്ഷണത്തിൽ ഉപയോഗിക്കുന്ന ഉപ്പ്, അത് നമ്മൾ ഭക്ഷണത്തിന്റെ രുചി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ചേർക്കുന്ന ഒരു ഘടകമാണ് ഉപ്പെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഭക്ഷണത്തിന്റെ രുചി വർദ്ധിപ്പിക്കാൻ വേണ്ടി ചേർക്കുന്ന മറ്റൊന്നാണ് ഫ്ലേവർ എൻഹാൻസർ ആയിട്ടുള്ള അജിനോമോട്ടോ അല്ലെങ്കിൽ മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ്. സാധാരണ ഭക്ഷണങ്ങളിൽ മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ് ചേർക്കുന്നതിനെ നമ്മൾ വളരെ ഗൗരവത്തോടെ കാണാറുണ്ട്. എന്നാൽ അതിനേക്കാൾ കൂടുതൽ ഗൗരവത്തിൽ കാണേണ്ട ഒന്നാണ് ഭക്ഷണത്തിൽ ഉപ്പിന്റെ അമിത ഉപയോഗം. ഉപ്പാണെങ്കിലും അതുപോലെ അജിനോമോട്ടോ രണ്ടും ഭക്ഷണത്തിന്റെ ടേസ്റ്റ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ചേർക്കുന്ന ഘടകങ്ങളാണ്. ഉപ്പ് നമ്മൾ സാധാരണ കോമൺ ആയിട്ട് ചേർക്കുന്നതാണെങ്കിൽ അജിനോമോട്ടോ കൂടുതൽ ടേസ്റ്റ് കിട്ടാൻ അല്ലെങ്കിൽ ഫ്ലേവർ എൻഹാൻസർ ആയിട്ട് നാം ചേർത്ത് വരുന്നു. അപ്പോൾ അജിനോമോട്ടോയും ഉപ്പും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ സാധാരണ ഹൈപ്പർ ടെൻഷനൊക്കെ കാരണമാകുന്നത് ഉപ്പിൽ അടങ്ങിയിരിക്കുന്ന സോഡിയത്തിന്റെ കണ്ടന്റാണ്. അപ്പൊ സോഡിയം തമ്മിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അജിനോമോട്ടോയിൽ അടങ്ങിയതിനേക്കാൾ എത്രയോ ഇരട്ടിയാണ് ഉപ്പിൽ അടങ്ങിയിരിക്കുന്ന സോഡിയത്തിന്റെ അളവെന്ന് പറയുന്നത്. അതുകൊണ്ട് പൊതുവെ ഹൈപ്പർ ടെൻഷൻ ഉള്ള ഒരു രോഗി, ഉയർന്ന രക്തസമ്മർദ്ദമുള്ള ഒരു രോഗി അജിനോമോട്ടോയേക്കാൾ കൂടുതൽ ഗൗരവത്തിൽ കാണേണ്ട ഒന്നാണ് കോമൺ സാൾട്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭക്ഷണത്തിൽ നമ്മൾ തീർച്ചയായിട്ടും ഉപ്പിന്റെ അളവ് പരമാവധി കുറച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുക. ഒരു ദിവസം ഒരാൾക്ക് കഴിക്കാവുന്ന പരമാവധി ഉപ്പിന്റെ അളവ് എന്ന് പറയുന്നത് 5 ഗ്രാമാണ്, അല്ലെങ്കിൽ 1 ടീസ്പൂൺ ഉപ്പാണ്. അല്ലെങ്കിൽ സോഡിയം എന്ന് പറഞ്ഞാൽ 2 ഗ്രാം മാത്രമാണ്. എന്നാൽ അജിനോമോട്ടോയേക്കാൾ കൂടുതൽ അളവിൽ സോഡിയം സാധാരണ ഉപ്പിൽ അടങ്ങിയത് കൊണ്ട് തന്നെ ഉപ്പിന്റെ അമിത ഉപയോഗം ഉയർന്ന രക്തസമ്മർദ്ദത്തിനും അതുവഴി സ്ട്രോക്കിലേക്കും കിഡ്നി രോഗങ്ങൾക്കുമൊക്കെ ഒരു പ്രധാനപ്പെട്ട കാരണമായി മാറുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഭക്ഷണത്തിൽ ഉപ്പിന്റെ